കണ്ണാടിയെ നോക്കിയപ്പോ ദാ നിൽക്കുന്ന ഒരു കുരു. ഇന്ന് ഞാനും അമ്പിളിയും കൂടെ മാളുവിന്റെ വീട്ടിൽ പോവാ. ഇന്ന് അവിടെ വലിയ കുളങ്ങര അമ്പലത്തിൽ ഉത്സവമാണ്. മാളുവിന്റെ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും കുട്ടികളും എല്ലാരും വന്നിട്ടുണ്ട്. ഞങ്ങൾ പോകുന്ന വഴിക്ക് മലനാട് അമ്പലത്തിലും കയറി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ മലനാട് അമ്പലത്തിനെ പറ്റിയിട്ട്? ആരൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ? എല്ലാവർക്കും ഇന്ന് പറ വഴിപാടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ കാര്യാട്ട് വീട് എന്റെ ഫേവറേറ്റ് പ്ലേസ് ആണെന്നുള്ള കാര്യം. കാര്യാട്ട് വീട് പോലെ തന്നെ എന്റെ ഫേവറേറ്റ് പ്ലേസ് ആണ് മാളുവിന്റെ വീടും, പ്രത്യേകിച്ച് ദാ ഈ വീട്ടിലെ ഔട്ട് ഹൗസ്. കാര്യാട്ട് വീട്ടിലെ അടുക്കളയാണെങ്കിൽ ഇവിടെ ദാ ഈ ഔട്ട് ഹൗസ് ആണ്. ഇവിടെ ഇരുന്നാണ് ഞങ്ങൾ ഈ എല്ലാ കുടുംബശ്രീ ടോക്സും നടത്തുന്നത്. സാധാരണ ചേട്ടന്റെ വൈഫിന്റെ വീടെന്ന് പറയുമ്പോൾ നമുക്കൊരു ഗ്യാപ്പ് ഫീൽ ചെയ്യത്തില്ലേ? ഒരു സ്വന്തം വീട് അല്ലാത്തൊരു ഫീല് വരത്തില്ലേ? പക്ഷെ എനിക്കതില്ല. കണ്ണില്ലാത്തപ്പോൾ ഞാൻ ഇവിടെ വന്ന് നിൽക്കാറുണ്ട്. പൊന്നു ചേച്ചിയെക്കാട്ടിലും മാളുവിനെക്കാട്ടിലും ഒക്കെ ഇവിടുത്തെ സാധനങ്ങൾ എവിടെയൊക്കെ ഇരിക്കുന്നതിന് എനിക്ക് നല്ലോണം അറിയാം. ബിക്കോസ് ഇതും എന്റെ വീടാണല്ലോ. അമ്പിളിനെയും പ്രീതാമയും നോക്ക്, അവർ തമ്മിൽ എന്തോ ഒരു കെമിസ്ട്രി ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇതാണ് കേശൂട്ടനും കേശൂട്ടി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേശൂട്ടനും വിളിച്ച് ഇവിടെ ഒറിജിനൽ പേര് പോലും ഞാൻ മറന്നുപോയി. കണ്ണനെ കൊച്ചാപ്പാന്നും എന്നെ ഉണ്ണി കൊച്ചാപ്പാന്ന് വിളിക്കുന്ന ഇവര്. എങ്ങനെയാണ് ആ പേര് വന്നത് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. രണ്ടുപേരും ഞങ്ങളുടെ വഴക്കാളി പിള്ളേരാണ്. ഞങ്ങൾ അമ്പലത്തിലെത്തി. ദേവി എഴുന്നള്ളി വന്നതിന് ശേഷം കേട്ടോ ഞങ്ങൾ പറയിടുന്നത്. അച്ഛൻ മരിച്ചിട്ട് 1 വർഷം കഴിഞ്ഞാലേ എനിക്കും അമ്മയ്ക്കും പറയിടാൻ പറ്റത്തുള്ളൂ. നീ നോക്ക്, ഒരു വഴക്കും ഇല്ലാണ്ട് കേശൂട്ടിയും പറയിടുന്നത് കണ്ടോ? അങ്ങേ അറ്റം നിൽക്കുന്ന ആളാണ് ഉണ്ണിച്ചേട്ടൻ, പൊന്നു ചേച്ചിയുടെ ഹസ്ബൻഡ്. അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റാ.